Guys, welcome to our channel EB Fun World. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് അവർ വീഡിയോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ആദ്യത്തെ റമദാൻ വ്ളോഗുമായിട്ടാണ്. ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇത് ഞാൻ ഒന്നാമത്തെ നോമ്പിന് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി ലേറ്റായി അറിയാം, ഒരുപാട് ലേറ്റായി എന്നറിയാം. വീഡിയോ എടുത്തു വെച്ചിരുന്നു, വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലേറ്റായതാണ്, ക്ഷമിക്കാം. അപ്പം നമ്മളിവിടെ അത്താഴത്തിന് ഫസ്റ്റ് ഡേ ഓട്ടടയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അത് ഉപ്പുള്ള സമയത്തെ അങ്ങനെയാണ് അങ്ങനെയാണ് ചെയ്ത് വന്നിട്ടുള്ളത്. അത് ഞാനും തുടർന്ന് പോയി. എൻ്റെ മുന്നേ മുത്തച്ഛിയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനും തുടർന്ന് അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നോമ്പിനും നമ്മൾ ഫസ്റ്റ് ഡേ ഓട്ടട തന്നെയാണ് തയ്യാറാക്കുന്നത്. ചട്ടിയുടെ ഭംഗിയൊന്നും നോക്കണ്ട. കുട്ടികളും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ചട്ടി തട്ടി മുട്ടി പൊട്ടിയെന്നൊക്കെ വരും. അപ്പം അങ്ങനെ പൊട്ടിയതാണ് ഇതും. പക്ഷേ നമ്മൾ ഓട്ടയ്ക്ക് കേടൊന്നുമില്ല കേട്ടോ, കണ്ടോ, അടി പിടിക്കാത്ത സൂപ്പർ ഓട്ടടയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കൂടെ ചായയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഫസ്റ്റ് അത്താഴത്തിന് മാത്രമാണ് കേട്ടോ നമ്മൾ ഓട്ടടയ്ക്ക് തയ്യാറാക്കുന്നത്. ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എന്താണോ വൈകുന്നേരം കടിയായിട്ട് ഉണ്ടാക്കുന്നത് അതുതന്നെയാണ് അത്താഴത്തിന് കഴിക്കുക. ഇവിടെ അങ്ങനെ ചോറ് നിർബന്ധമില്ല. മുന്നേയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ, ചോറും താളിപ്പും മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ കാക്കിൻ താത്തയൊക്കെ ഉണ്ടായിരുന്ന സമയത്തും ഇടയ്ക്കൊക്കെ നമ്മൾ ചോറ് തന്നെയാണ് അത്താഴത്തിന് കഴിച്ചിരുന്നത്. ഇപ്പോൾ നമുക്കിതാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഇങ്ങനെ അങ്ങ് ആക്കും. ചോറ് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതിനിടയിൽ കൂടെ ഞാൻ മോളെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ആൾ നോമ്പെടുക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് മയങ്ങുക. ആദ്യത്തെ 2 ദിവസം അവർക്ക് സ്കൂൾ ലീവ് ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് കിച്ചണിലേക്ക് വരുന്നത്. വന്ന് നേരെ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ നല്ല നൈസ് പത്തിരി, ചിക്കൻ വറുത്തരച്ച കറിയും സമൂസയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അതൊന്ന് അരച്ചിട്ടെടുക്കാം. ഈ അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു 4-5 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ അതിനിടയിൽ കൂടെ ഞാൻ പത്തിരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, പത്തിരിപ്പൊടി അളന്നെടുത്തിട്ടുണ്ട്, ചിക്കൻ കഴുകുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മൊത്തത്തിൽ കഴുകിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ബാക്കി പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യാം. ചിക്കനൊക്കെ കഴുകി വന്നപ്പോഴേക്കും നേരത്തെ നമ്മൾ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് പത്തിരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനിത് കുറച്ച് സമയം മൂടി വെക്കുന്നുണ്ട്. സിലിക്കൺ ടൈലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാം. ചൂടോടെ തന്നെ കുഴച്ചെടുക്കാം. കൈ പൊള്ളൊന്നുമില്ല. ചൂടോടെ കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാൻ പിന്നെ കുറച്ച് സമയം മൂടി വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ തരിക്കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ തരിക്കഞ്ഞി എന്ന് പറയുമ്പോൾ നോമ്പ് 30 ഉമ്മ ഉണ്ടാക്കുന്നൊരു കഞ്ഞിയാണിത്. ഇവിടെ ഉപ്പാക്ക് ഇത് വേണം കേട്ടോ, നോമ്പിന് ഉപ്പാക്ക് തരിക്കഞ്ഞി വേണം. ഉമ്മ തന്നെയാണ് ഇത് തയ്യാറാക്കുക. അപ്പം ഇപ്പോൾ പോയതിന് ശേഷമാണ് നമ്മളിത് ഏറ്റെടുത്തത്. അതുവരെ ഉമ്മ തന്നെയായിരുന്നു 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുക ഉമ്മ ഉണ്ടാക്കുമ്പോൾ. അതൊരു കാണാൻ തന്നെ ഒരു എടുപ്പാണ്. ഓരോന്ന് ആ ഒരു വൃത്തിക്ക് ചെയ്തെടുക്കും. നമ്മൾ എളുപ്പപ്പണിയാണ്. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലിലല്ല, മിൽമ പാലിലാണ് തയ്യാറാക്കുന്നത്. ഉമ്മ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ സമയത്ത് ഫസ്റ്റത്തെ നോമ്പല്ലേ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇവിടെ ഉപ്പാക്ക് തരിക്കഞ്ഞി കാച്ചുവാണെങ്കിൽ അത് ഉമ്മ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഉമ്മാൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഉപ്പാക്ക് ഇഷ്ടം. ബൈ ചാൻസ് നമ്മളൊക്കെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ടേസ്റ്റ് മനസ്സിലാവും. നല്ല ഉണ്ടാക്കിയത് എന്നുള്ളത് കുടിക്കുകയൊക്കെ ചെയ്യും, കുറ്റമൊന്നും പറയുന്നില്ല. കുടിക്കുകയും ചെയ്യും, നല്ല അഭിപ്രായം പറയുകയും ചെയ്യും. പക്ഷെ നമുക്ക് മനസ്സിലാവും ഉമ്മ ഉണ്ടാക്കുന്നതാണ് ഉപ്പാക്ക് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ തരിക്കഞ്ഞിയൊക്കെ തയ്യാറാക്കിയതിന് ശേഷം പത്തിരി പരത്തിയെടുക്കുകയാണ്. മോൻ ഓരോ ഉരുളകൾ എടുത്തിരുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്ടമാണ് കേട്ടോ, ഓരോന്നോരോന്ന് എടുത്തു തരാൻ. നമ്മൾ സമയം പോകും. നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതിന് പകരം അവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങി ചെയ്യണം. പക്ഷെ അവർക്ക് ഇഷ്ടമാണത്. അപ്പം അതൊക്കെ ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. അതിനിടയിൽ കൂടെ ഞാനിതാ കറി തയ്യാറാക്കുന്നുണ്ട്. സവാള ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് പെരുംജീരകം ഒന്ന് പൊട്ടിച്ചതിന് ശേഷമാണ് സവാള ഇട്ടിട്ട് ഇതാക്കുന്നത്.
ഇനി ഇതിലേക്ക് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഒരല്പം കസൂരി മേത്തി, ഒരല്പം ഒറിഗാനോയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത്. കസൂരി മേത്തി ചേർക്കുന്ന സമയത്ത് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടി പോയി കഴിഞ്ഞാൽ അതൊരു വേറെ ടേസ്റ്റായിട്ട് മാറും. ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്തിട്ട് നമുക്കൊരു കുക്കർ അടച്ചു വെച്ച് ഒന്ന് രണ്ട് വിസിൽ ഊരിയിട്ടെടുക്കാം. 2 വിസിലിടാൻ കാരണം ഞാനിത് വിസിലിട്ട് വെക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ആവി കളഞ്ഞിട്ട് പാത്രത്തിലേക്ക് മാറ്റുന്നതുകൊണ്ടാണ് 2 വിസിൽ ഊരുന്നത്. നിങ്ങൾക്ക് സമയമുണ്ട്, ടൈം എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 1 വിസിൽ ഊരിയതിന് ശേഷം ഓഫ് ചെയ്തിട്ടാൽ മതി. അതൊക്കെ കഴിഞ്ഞ് നേരത്തെ മിക്സിയിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ള തേങ്ങ ഞാൻ ഇപ്പോഴാണ് അരക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അരച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പും ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എന്താ മോളെടുത്ത് പത്തിരുന്ന് ചട്ടിയിലിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് അരച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ അരപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വെട്ടി തിളച്ച ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ കറി ഇവിടെ സെറ്റാകുന്നതിൻ്റെ ഇടയിലൂടെ ഞാൻ സമൂസയ്ക്കുള്ള ഫില്ലിങ്ങും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. ആ ഒരു സമയത്ത് ഏകദേശം ഒരു ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സമൂസയ്ക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് സവാളയും ക്യാരറ്റും മല്ലിച്ചപ്പും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഫസ്റ്റ് നോമ്പാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് മോളും എനിക്ക് ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഇനി സമൂസയൊക്കെ ഫില്ല് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മളെ വല്യമ്മ കേട്ടോ, ഉമ്മാൻ്റെ ഉമ്മയാണ്. നല്ല ഓർമ്മ തെറ്റുണ്ട് കേട്ടോ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയാണ്. ഇപ്പം നടക്കുന്ന സംഗതികളൊക്കെ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ നോമ്പാണെന്ന് പറഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ് നമ്മൾ. ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസത്തെ ക്ലിപ്പാണ്. വീഡിയോ ലെങ്ത് കുറവായതുകൊണ്ട് പിറ്റേ ദിവസത്തും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തതാണ്. മോന് നോമ്പില്ലാത്തതുകൊണ്ട് ആൾ ചായ അടിക്കുന്നുണ്ട്. പിന്നെ വല്യമ്മക്കും മോനക്കും നോമ്പില്ല. ഫുഡും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കറി തയ്യാറാക്കിയിട്ടുണ്ട്. ചെമ്മീൻ തലേന്ന് തന്നെ ഞാൻ വേവിച്ച് വെച്ചതാണ്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മുറ്റം അത്യാവശ്യം അരിപ്പായിട്ടുണ്ട്, പക്ഷെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവരുടെ സാധനങ്ങളാണ് മുറ്റം നിറയെ. അതൊന്ന് ഒഴിവായി കഴിഞ്ഞാൽ നമുക്ക് മുറ്റം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിനിടയ്ക്ക് ഞാനിതാ വൈകുന്നേരത്തിനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇരുന്ന് ഫ്രൂട്ട്സ് കഴിക്കും. ഞാൻ പറഞ്ഞ അത്താഴക്കള്ള ഞാൻ വീഡിയോയിൽ ഇടുന്നു പറഞ്ഞ സമയത്ത് ഇനി നോമ്പെടുക്കാൻ പോകുന്നതാണ് പറയുന്നത്. ഫ്രൂട്ട്സ് കഴിച്ചിട്ട് നോമ്പെടുക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീടിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രതീക്ഷിക്കാതെ ഉപ്പയും വന്നത്. വന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അവർ പോകുന്ന സമയത്താണ് വീഡിയോ എടുക്കുന്നത്. തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അവർ വരുന്നുള്ളത്. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതിലൊന്ന് തുടച്ചെടുത്ത് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുക. അന്ന് നോമ്പ് തുറക്കാനും നൈസ് പത്തിരിയും ചിക്കൻ കറിയും തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. സ്നാക്കായിട്ട് മുട്ട ബജിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി ഞാൻ മേലെ വന്ന സമയത്ത് ആളിരുന്ന് നിസ്കരിച്ച് ഭയങ്കര സ്വലാത്ത് ഇതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.